നമസ്കാരം. തങ്ങളുടെ മസ്കുലർ ആൻഡ് ബോൾഡ് ലുക്കും അതുപോലെ തന്നെ മികവുറ്റ പെർഫോമൻസുമായി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മോഡലുകളാണ് ഇസുസു ഡിമാക്സും MU-X. ഇപ്പോൾ രണ്ട് മോഡലുകൾക്കുമായി ഒരു പുതിയ മൈൽഡ് ഹൈബ്രിഡ് ഡീസൽ ഓപ്ഷൻ ഇസുസു അവതരിപ്പിക്കുകയാണ്. മികച്ച മൈലേജും മെച്ചപ്പെടുത്തിയ പെർഫോമൻസും ഈ സംവിധാനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 2.2 ലിറ്റർ ടർബോ ചാർജ്ഡ് 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ 161 bhp മാക്സ് പവറും 400 Nm ടോർക്കും പുറപ്പെടുവിക്കുകയാണ്. എഞ്ചിൻ ഒരു വേരിയബിൾ ടർബോ ചാർജോ, മെച്ചപ്പെട്ട കമ്പഷൻ, മുമ്പത്തേക്കാൾ കൂടുതൽ നിശബ്ദമായ പ്രവർത്തനം എന്നിവയെല്ലാം തന്നെ ഇതിൽ സാധ്യമാക്കുന്നുണ്ട്. 2025 ഇസുസു ഡിമാക്സ് MU-X ജോഡി അടുത്ത ആഴ്ച തായ്ലാൻഡിൽ അവതരിപ്പിക്കും എന്നാണ് അറിയുന്നത്. മൈൽഡ് ഹൈബ്രിഡ് ഡിമാക്സിന്റെ ബേസ് സ്പെക് വേരിയന്റിന് 5,90,000 THP, അതായത് ഏകദേശം 13,86,000 രൂപ വിലയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി MU-X ഏതാണ്ട് 27 ലക്ഷം രൂപ വിലയിൽ ആരംഭിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഓൾ ഇലക്ട്രിക് ഡിമാക്സ് 25 ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ അണിയറയിൽ ഒരുങ്ങുകയാണ് എന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡിമാക്സ് EVയുടെ കൺസെപ്റ്റ് മോഡൽ ഇതിനോടകം തന്നെ നിർമ്മാതാക്കൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനി ഡീസൽ ഹൈബ്രിഡിന്റെ കാര്യത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ 48 വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാവുന്ന ഇലക്ട്രിക് മോട്ടോറിന്റെയും ബാറ്ററി പാക്കിന്റെയും സാങ്കേതിക സവിശേഷതകളും കപ്പാസിറ്റിയും ജാപ്പനീസ് നിർമ്മാതാക്കൾ വെളിപ്പെടുത്തിയിട്ടില്ല. മറുവശത്ത് ഡീസൽ പവർ ട്രെയിനിന്റെ കാര്യത്തിൽ 2.2 മാക്സ് ഫോഴ്സ് എഞ്ചിൻ പുതിയ 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നോർമൽ ഡീസൽ മോഡലുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം സ്റ്റാർട്ടപ്പിൽ 86% കൂടുതൽ ടോർക്ക് വാഗ്ദാനം ചെയ്യുകയും മൈലേജിന്റെ കാര്യത്തിൽ 10% മെച്ചപ്പെടുത്തലും നൽകുകയും ചെയ്യുന്നുണ്ട്. ബേസ് മോഡലിൽ 1.9 ലിറ്റർ എഞ്ചിൻ യൂണിറ്റ് 148 bhp സൃഷ്ടിക്കുമ്പോൾ ടോപ്പ് സ്പെക് 3.0 ലിറ്റർ വേരിയന്റ് 187 bhp പവർ പുറപ്പെടുവിക്കുകയാണ്. ഇവ രണ്ടും 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ലഭ്യമാണ്. മൈൽഡ് ഹൈബ്രിഡ് പവർ ട്രെയിൻ 2025 അന്താരാഷ്ട്ര തലത്തിൽ പല പ്രമുഖ വിപണികളിലും പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും മറ്റ് ചെറു വിപണികളിലെ ലഭ്യതയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇസുസു ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയും ഇതിന്റെ ഭാഗമാകുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചും ഇതുവരെ ഒന്നും അറിവായിട്ടില്ല. പുതിയ ഇസുസു ഡിമാക്സ് മൈൽഡ് ഹൈബ്രിഡ് വേരിയന്റ് സമാനമായ ടൊയോട്ടോ ഹൈലക്സ്, ഫോർഡ് റേഞ്ചർ PHEV എന്നിവയുമായി മത്സരിക്കുന്നതായിരിക്കും. ഫ്യൂവൽ സെൽ ഓപ്ഷനുകൾ ഉൾപ്പെടെ ഭാവി ലൈനപ്പിനായി കമ്പനി ഒന്നിലധികം പവർ ട്രെയിൻ ചോയ്സുകൾ ടെസ്റ്റ് ചെയ്തു വരികയാണ്. എന്നാൽ വാഹനത്തിന്റെ ലഭ്യത ഓരോ രാജ്യത്തിന്റെയും വിപണികളുടെയും ആവശ്യങ്ങളെ കണക്കാക്കി മാത്രമായിരിക്കും ഇറക്കുക. നിലവിൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ കമ്പനി ആഹ്ലാദിക്കുന്നുണ്ട്. അതേസമയം ആഭ്യന്തര വിൽപ്പനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വെറും ശരാശരിയാണ് ഇത്. എതിരാളികൾക്കെതിരെ മത്സരാധിഷ്ഠിതമായ വില നിശ്ചയിക്കുന്നതിനായി ഇസുസു സമീപഭാവിയിൽ ഇന്ത്യയിൽ നിലവിലുള്ള മോഡലുകളെ വൻതോതിൽ പ്രാദേശികവൽക്കരിക്കും എന്നും പ്രതീക്ഷിക്കുകയാണ്. എന്നിരുന്നാലും ഇന്ത്യൻ വിപണിയിൽ പിടിച്ചു നിൽക്കണം എങ്കിൽ ഇസുസുവിന് കാര്യമായ ഒരു ആക്ഷൻ പ്ലാനിന്റെ ആവശ്യമുണ്ട്. ഈ ഡീസൽ ഹൈബ്രിഡ് സിസ്റ്റം എത്തിക്കുകയാണ് എങ്കിൽ കമ്പനിക്ക് കൂടുതൽ മെച്ചമുണ്ടാകുമെന്ന കാര്യവും പ്രതീക്ഷിക്കാം.